Welcome all. In this section, I am going to deal with pulse transfer function. All of you are familiar with transfer function. Then what is the difference between transfer function and pulse transfer function? So, നമുക്ക് continuous system, discrete system, രണ്ട് systems ആണ് mainly അറിയാവുന്നത്. So, എന്താണ് ഒരു continuous system? അല്ലെങ്കിൽ analog signal നമ്മൾ continuous signal ആണെന്ന് പറയാൻ കാരണമുണ്ട്. എന്തുകൊണ്ടാണ് അതിനെ continuous signal എന്ന് പറയാൻ കാരണം? കാരണം അതിന്റെ ആംപ്ലിറ്റ്യൂഡും it is continuous in amplitude and in time. ഇപ്പോൾ ഈ സിഗ്നൽ നോക്കുക x of t, അത് ടൈമിനനുസരിച്ച് കണ്ടിന്യൂസ്ലി വേരി ചെയ്യുവാണ്. ഇപ്പോൾ ഒരു കണ്ടിന്യൂസ് സിസ്റ്റത്തിന്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് അല്ലെങ്കിൽ അനലോഗ് സിഗ്നൽ ആണ്, ആൻഡ് ഇറ്റ് ഗീവ്സ് ആൻ ഔട്ട്പുട്ട് എറ്റ് അനദർ അനലോഗ് സിഗ്നൽ അല്ലെ കണ്ടിന്യൂസ് സിഗ്നൽ ആണ് തരുന്നത്. എന്നാൽ ഡിസ്ക്രീറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിന്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ഡിസ്ക്രീറ്റ് സിഗ്നൽ ആണ്. ഡിസ്ക്രീറ്റ് സിസ്റ്റത്തിന്റെ ഇൻപുട്ട് എക്സ് ഓഫ് എൻ കാണിച്ചിരിക്കുന്നത് നോക്കിക്കുക, ഒരു ഡിസ്ക്രീറ്റ് ഇൻ ടൈം സാമ്പിൾസിന്റെ രൂപത്തിൽ വരുന്നതാണ് ഡിസ്ക്രീറ്റ് സിഗ്നൽ. അപ്പൊ അത് തരുന്ന ഔട്ട്പുട്ട് വൈ ഓഫ് എനും ഡിസ്ക്രീറ്റ് രൂപത്തിലായിരിക്കും. അപ്പൊ ബേസിക്കലി കണ്ടിന്യൂസ് സിസ്റ്റം ഡിസ്ക്രീറ്റ് സിസ്റ്റം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡിസ്ക്രീറ്റ് സിഗ്നൽസിലെ ഇൻപുട്ട് അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന ഇൻപുട്ടോ ഔട്ട്പുട്ടോ അതെന്തായിരിക്കും? ഡിസ്ക്രീറ്റ് സിഗ്നൽസ് ആണ്. ഡിസ്ക്രീറ്റ് സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ പൾസസിന്റെ രൂപത്തിൽ സാമ്പിൾ ഫോം, അതിനെയാണ് ഡിസ്ക്രീറ്റ് സിഗ്നൽ എന്ന് പറയുന്നത്. അങ്ങനത്തെ സിഗ്നൽസ് ഉള്ള സിസ്റ്റം ആണ് എന്ത്? ഡിസ്ക്രീറ്റ് സിസ്റ്റം. ഒന്നുകൂടെ ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റത്തിന് ഇൻപുട്ട് അല്ലെങ്കിൽ എക്സൈറ്റേഷൻ എന്ന് പറഞ്ഞ ഒരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ആണ്. അപ്പൊ അതിൽ ഓപ്പറേറ്റ് ചെയ്തിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് അല്ലെങ്കിൽ റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം എന്ന് പറഞ്ഞാൽ മറ്റൊരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ആണ്. നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് സാമ്പിൾ ഡേറ്റ കൺട്രോൾ സിസ്റ്റം. അതിന്റെ മറ്റൊരു പേരാണ് എന്ത്? ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം എന്ന് പറയുന്നത്. സോ ലീനിയർ ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം, അതിന്റെ ബ്ലോക്ക് ഡയഗ്രം നോക്കുക. ആർ ഓഫ് കെ ആണ് ഇവിടെ ഇൻപുട്ട് അല്ല എക്സൈറ്റേഷൻ. ഔട്ട്പുട്ട് ഓർ റെസ്പോൺസ് എന്ന് പറയുന്നത് സി ഓഫ് കെ. സോ നമ്മൾ പ്രീവിയസ്ലി കണ്ടു ഒരു ഡിസ്ക്രീറ്റ് സിസ്റ്റത്തിന്റെ ഇൻപുട്ട് ആർ ഓഫ് കെയും ഔട്ട്പുട്ട് സി ഓഫ് കെ. അപ്പൊ സി ഓഫ് കെനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻപുട്ടിൽ നിന്ന് സം പ്രോസസ് ചെയ്താണ് നമുക്ക് സി ഓഫ് കെ കിട്ടിയത്. സോ സി ഓഫ് കെ ഈക്വൽസ് എച്ച് ഓഫ് ആർ ഓഫ് കെ എന്ന് എഴുതി. എച്ച് എന്ന് പറഞ്ഞാൽ സം ഓപ്പറേറ്ററിന്റെ ഒരു ഡിനോട്ട് ചെയ്യുന്നതാണ് എച്ച്, ആ സിസ്റ്റത്തിന്റെ ഓപ്പറേറ്റർ. ഇനി ഒരു ഡിസ്ക്രീറ്റ് സിസ്റ്റത്തിന്റെ ലീനിയർ സിസ്റ്റം എന്ന് പറയുന്നത് എപ്പോഴാ? വെൻ ഇറ്റ് ഓപ്പേസ് സൂപ്പർ പൊസിഷൻ. സൂപ്പർ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇൻപുട്ടിൽ വരുന്ന ചേഞ്ച് ഔട്ട്പുട്ട് ഫോളോ ചെയ്യുന്നതാണ് സൂപ്പർ പൊസിഷൻ ഒബേ ചെയ്യാന്ന് പറഞ്ഞത്. ഇനി ടൈം ഇൻവേരിയൻ എന്ന് പറഞ്ഞാൽ എന്തോ? ഒരു സിസ്റ്റത്തിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് ടൈമിനോടനുബന്ധിച്ച് ചേഞ്ച് ചെയ്യാത്ത സിസ്റ്റമാണ് എന്ത്? ടൈം ഇൻവേരിയൻ സിസ്റ്റം. നമ്മൾ ഓൾറെഡി സിഗ്നൽസിൽ ഇതൊക്കെ പഠിച്ചതാണ്. ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്തെടുക്കുക. ഇനി നമുക്കറിയാം പലതരത്തിലുള്ള സിഗ്നൽ ഉണ്ട്. യൂണിറ്റ് സ്റ്റെപ്പ് ഉണ്ട്, റാം ഉണ്ട്, ഇമ്പൾസ് ഉണ്ട്. ഇപ്പൊ എന്താണ് ഇമ്പൾസ് സിഗ്നൽ? ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ തന്നെ ആ വേർഡിൽ തന്നെ ഒരു ഹൈ വാല്യൂ ഉള്ളത് അല്ലേ? അപ്പൊ യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈമിൽ ആ ഒരു ഇൻസ്റ്റന്റിൽ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ യൂണിറ്റിയാണ്. So when the input to a discrete system is unit impulse delta of k, then the output is called the impulse response of the system. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു സിസ്റ്റത്തിന്റെ ഇൻപുട്ടിനെ എക്സൈറ്റേഷൻ എന്ന് പറയും, ഔട്ട്പുട്ടിനെ റെസ്പോൺസ് എന്ന് പറയും. അപ്പോൾ ഒരു ഡിസ്ക്രീറ്റ് സിസ്റ്റത്തിന് ഇൻപുട്ട് ഇമ്പൾസ് ആണ് ഡെൽറ്റ ഓഫ് കെ ആണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ടിന് പറയുന്ന ഒബിയസ്ലി എന്തായിരിക്കും? ഇമ്പൾസ് റെസ്പോൺസ് എന്നായിരിക്കും. അപ്പൊ മുന്നിൽ ഇതേപോലെ നമുക്ക് എഴുതത്തില്ലേ? എച്ച് ഓഫ് കെ ഈക്വൽസ് എച്ച് ട്രാൻസ്ഫോം ഓഫ് ഡെൽറ്റ ഓഫ് കെ എന്ന് വരും. ഇമ്പൾസ് ഇൻപുട്ടിനെ ട്രാൻസ്ഫോം ചെയ്തെടുക്കുമ്പോഴാണ് എന്താ? ഇമ്പൾസ് റെസ്പോൺസ് കിട്ടുന്നത്. ഇമ്പൾസ് റെസ്പോൺസിനെയാണ് സ്മോൾ എച്ച് ഓഫ് കെ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ എ ലീനിയർ ടൈം ഇൻവേരിയന്റ് സിസ്റ്റം ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഇറ്റ്സ് ഇമ്പൾസ് റെസ്പോൺസ് എച്ച് ഓഫ് കെ, ആൻഡ് സോ ദ ഇമ്പൾസ് റെസ്പോൺസ് എച്ച് ഓഫ് കെ ഈസ് ഓൾസോ കോൾഡ് ദ വെയിങ് സീക്വൻസ്. അപ്പൊ നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റും. നമുക്കറിയാം ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. അതേപോലെ തന്നെയാണ് ഒരു ലീനിയർ ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റത്തിന്റെ, ടൈം ഇൻവേരിയൻ ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റത്തിന്റെ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു യുണീക് ഫീച്ചർ ആണ്. സോ ആ ഇമ്പൾസ് റെസ്പോൺസിനെ എന്താന്ന് പറയാൻ പറ്റും? വെയിങ് സീക്വൻസ് എന്ന് പറയാൻ പറ്റും. സോ ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് എ ലീനിയർ time invariant discrete time system is also called the weighing sequence. നമുക്ക് നെക്സ്റ്റ് അറിയേണ്ടത് പൾസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ്.
സാധാരണ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താ? ഒരു സിസ്റ്റത്തിന്റെ ഔട്ട്പുട്ടിന്റെ ലാപ്ലാസ് ബൈ ഇൻപുട്ട് അണ്ടർ സീറോ ഇനീഷ്യൽ കണ്ടീഷൻസ് എന്ന് നമ്മൾ പറയും. അതായത് ആ സിസ്റ്റത്തിനെ ഡിഫൈൻ ചെയ്യുന്ന സാധനം. അങ്ങനെയാണ് പൾസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിന്റെ ഇമ്പൾസ് റെസ്പോൺസിന്റെ ഇസഡ് ട്രാൻസ്ഫോമിനെയാണ് എന്ത് പറയുന്നത്? പൾസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇസഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയും. ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് എ linear discrete system is also called Z transfer function or pulse transfer function. എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇമ്പൾസ് റെസ്പോൺസിന്റെ ഇസഡ് ട്രാൻസ്ഫോമിനെയാണ് പൾസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇവിടെ ഡിസ്ക്രീറ്റ് സിഗ്നൽ ആണ്. ഡിസ്ക്രീറ്റ് സിഗ്നലിനെ എച്ച് ഓഫ് കെ അല്ലെ ഇസഡ് ഓഫ് കെ അങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്. എച്ച് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടിന്യൂസ് സിഗ്നൽ ആണ്. സോ ഡിസ്ക്രീറ്റ് സിഗ്നൽ ആയതുകൊണ്ടാണ് എച്ച് ഓഫ് കെ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. Be the impulse response of a linear discrete system, and Z transform of h of k is given by h of z. അതാണ് the transfer function, that is pulse transfer function എന്ന് പറയും. That is equal to അതെന്താന്ന് എഴുതാം? C of z by R of z, where C of z എന്ന് പറഞ്ഞാൽ Z transform of output C of k and R of z എന്ന് പറഞ്ഞാൽ Z transform of input R of k. In general, Z transform of any function is given by sigma k equal to 0 to infinity. ഇപ്പോൾ C of k യുടെ Z transform ആണെങ്കിൽ sigma k equal to 0 to infinity C of k into Z minus k. ഇതാണ് വൺ ഹാൻഡ് സൈഡ്. അപ്പോൾ ബോത്ത് സൈഡ് വരുമ്പോൾ sigma k equal to minus infinity to plus infinity എന്ന് കൊടുക്കാൻ. അപ്പം നമുക്ക് ടു സൈഡ് വേണ്ട വൺ സൈഡ് സീക്വൻസ് കൺസിഡർ ചെയ്താൽ മതി. ഇതാണ് Z ട്രാൻസ്ഫോമിന്റെ ജനറൽ ഫോർമുല. അപ്പോൾ പൾസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണെന്ന് ഓർത്തിരിക്കുക. ഇത് ഒരു ടേബിൾ ആണ്. Z ട്രാൻസ്ഫോം ഓഫ് വേരിയസ് ഫംഗ്ഷൻസ്. ഇപ്പം നോക്കിക്കേ, ഫോർ ഫംഗ്ഷൻ t ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 f ഓഫ് k അല്ലെ f ഓഫ് kt ആണ് ഫംഗ്ഷൻ എങ്കിൽ അതിന്റെ Z ട്രാൻസ്ഫോമിനെ f ഓഫ് z എന്ന് പറയും. ഡെൽറ്റ ഓഫ് k ഇമ്പൾസ് ഇൻപുട്ടിന്റെ Z ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് 1. ഇനി u ഓഫ് k എന്ന് പറഞ്ഞാൽ എന്തുവാ? Z ട്രാൻസ്ഫോം ഈസ് ഗിവൻ ബൈ u ഓഫ് k. യൂണിറ്റ് സ്റ്റെപ്പ് ആണ്, അത് ഡിസ്ക്രീറ്റ് ആയതാണ് u ഓഫ് k, അല്ല അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താ? 1. സോ അതിന്റെ Z ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ Z by Z minus 1. ആൻഡ് a raised to k എന്നൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിന്റെ Z ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ എന്താ? Z by Z minus a. ഇനി k into a raised to k എന്നാണെങ്കിൽ az by Z minus a whole square. അപ്പൊ അത്യാവശ്യം വേണ്ട ഈ 4-5 നമുക്ക് അറിഞ്ഞിരിക്കാം, ശരിക്കും അറിഞ്ഞിരിക്കാം. നമുക്ക് പ്രോബ്ലം വന്നാൽ ഇൻവേഴ്സ് എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഇൻവേഴ്സ് എടുക്കുമ്പോൾ എന്താണ് ഒറിജിനൽ ഫംഗ്ഷൻ എന്ന് നമുക്ക് അറിയണമെങ്കിൽ ഈ ടേബിളിലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ബൈ ഹാർട്ട് ആയിട്ട് അറിഞ്ഞിരിക്കണം. നോക്കിക്കേ, Z ട്രാൻസ്ഫോം ഓഫ് ഡെൽറ്റ ഓഫ് k എന്താ? 1. ഡെൽറ്റ ഓഫ് k എന്ന് പറയുന്നതാണ് ഇമ്പൾസ് ഇൻപുട്ട്. അപ്പം നമ്മുടെ ഇമ്പൾസ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത് പൾസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ്. അതായത് Z ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ബൈ Z ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട്. ഇൻപുട്ടിന്റെ Z ട്രാൻസ്ഫോം എന്താ? 1. സോ അതുകൊണ്ടാണ് നമ്മൾ അവിടെ പറയുന്നത് ഇമ്പൾസ് റെസ്പോൺസ് വിൽ ബി ഈക്വൽ ടു ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് എ ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം. ട്രാൻസ്ഫർ ഫംഗ്ഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the input-output relation of a sampled data system is described by the equation C of k plus 2 plus 3 into C of k plus 1 plus 4 into C of k equals R of k plus 1 minus R of k. Determine the Z transfer function. Also obtain the weighing sequence of the system. അപ്പോൾ ഗിവൺ ഒരു സാമ്പിൾ ഡേറ്റ സിസ്റ്റത്തിന്റെ ഇൻപുട്ടിനെ ഔട്ട്പുട്ടിനെ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ്. നമുക്കറിയാം സാമ്പിൾ ഡേറ്റ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് എന്ത് സിസ്റ്റം തന്നെയാണ്? ഡിസ്ക്രീറ്റ് സിസ്റ്റം തന്നെയാണ്. അപ്പൊ ഇതിന്റെ Z ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? പൾസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നെയാണ്. Z ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ മറ്റൊരു പേരാണ് എന്ത്? പൾസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഓൾസോ ഒബ്റ്റെയിൻ ദ വെയിങ് സീക്വൻസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, വെയിങ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സിസ്റ്റത്തിന്റെ, ഒരു ലീനിയർ ഡിസ്ക്രീറ്റ് സിസ്റ്റത്തിന്റെ ഇമ്പൾസ് റെസ്പോൺസിനെയാണ് വെയിങ് സീക്വൻസ് എന്ന് പറയുന്നത്. ഇമ്പൾസ് റെസ്പോൺസിന്റെ Z ട്രാൻസ്ഫോമിനെയാണ് Z ട്രാൻസ്ഫർ ഫംഗ്ഷൻ അല്ലെ പൾസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പം h ഓഫ് Z എന്ന് പറയുന്നത് കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഇൻവേഴ്സ് എടുക്കുമ്പം നമുക്ക് h ഓഫ് k കിട്ടും. അതിനെയാണ് വെയിങ് സീക്വൻസ് എന്ന് പറഞ്ഞത്. ഒന്നുകൂടെ പറയും, ഒരു ഡിസ്ക്രീറ്റ് സിസ്റ്റം, അതിന്റെ ഇൻപുട്ട് ആണ് ഇവിടെ R of k യുടെ ടേംസ് വരുന്ന, ഔട്ട്പുട്ട് C of k. അപ്പൊ ആ ലീനിയർ ഡിസ്ക്രീറ്റ് സിസ്റ്റത്തിന്റെ പൾസ് ട്രാൻസ്ഫർ ഫംഗ്ഷനെ h of Z എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. നമുക്കറിയാം h of Z നമുക്ക് കണ്ടുപിടിക്കാം Z ട്രാൻസ്ഫോം എടുത്ത്.
ഇനി ആ എച്ച് ഓഫ് ഇസഡിന്റെ ഇൻവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തുവാ? ശരിക്കും എന്തുവാ? വെയിങ് സീക്വൻസ് ഓഫ് ലീനിയർ ഡിസ്ക്രീറ്റ് സിസ്റ്റം എന്ന് പറയും. എച്ച് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ ഇമ്പൾസ് റെസ്പോൺസിന്റെ ഇസഡ് ട്രാൻസ്ഫോം ആണ്. അതിന്റെ ഇൻവേഴ്സ് എടുക്കുമ്പോൾ എന്താ കിട്ടുന്നത്? എച്ച് ഓഫ് കെ ആണ്. അതിനെയാണ് വെയിങ് സീക്വൻസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഫൈനലി എച്ച് ഓഫ് ഇസഡും കാണണം, എച്ച് ഓഫ് കെയും കാണണം. അപ്പം നമുക്കറിയാം ആർ ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആർ ഓഫ് കെ അറിയാം. അപ്പൊ ആർ ഓഫ് കെയുടെ ഇസഡ് ട്രാൻസ്ഫോമിനെയാണ് ആർ ഓഫ് ഇസഡ്. അതേപോലെ സി ഓഫ് കെന്റെ ഇസഡ് ട്രാൻസ്ഫോമിനെയാണ് സി ഓഫ് ഇസഡ് എന്ന് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഓർത്തിരിക്കേണ്ട ഇസഡ് ട്രാൻസ്ഫോമിൽ മെയിൻ ആയിട്ട് ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അറിയണം. അപ്പൊ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇസഡ് ട്രാൻസ്ഫോം ഓഫ് സി ഓഫ് കെ പ്ലസ് എം ഈക്വൽസ് ഇസഡ് റേസ് ടു എം ഇൻറ്റു സി ഓഫ് ഇസഡ്. ഇപ്പൊ ഇസഡ് ട്രാൻസ്ഫോം ഓഫ് സി ഓഫ് കെ പ്ലസ് 2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? ആ എമ്മിന്റെ സ്ഥാനത്ത് എന്താ വന്ന 2. സോ ഇസഡ് സ്ക്വയർ ഇൻറ്റു സി ഓഫ് ഇസഡ് എന്ന് വരും. ഇവിടെ ഈ ഒരൊറ്റ ടേമുകൾ ശരിക്കും പറഞ്ഞാൽ ഈ എക്സ്പ്രഷൻ കുറച്ചുകൂടെ വലുതാണ്. ശരിക്കും പറഞ്ഞാൽ ഇസഡ് റേസ് ടു എം ഇൻറ്റു സി ഓഫ് ഇസഡ് മൈനസ് സിഗ്മ ഐ ഈക്വൽ ടു 0 ടു എം മൈനസ് 1 ഇൻറ്റു ഫംഗ്ഷൻ എഫ് ഓഫ് ഐ ഇൻറ്റു ഇസഡ് റേസ് ടു എം മൈനസ് ഐ വരെ വരും. പക്ഷേ ഇവിടെ നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻസ് ഒന്നും തരാത്തത് കൊണ്ട് ഈ പ്രോബ്ലത്തിന് ഈ ഒരു പ്രോപ്പർട്ടി ഇത്രയും പഠിച്ചാൽ മതി. നെക്സ്റ്റ് പ്രോബ്ലത്തിൽ നമ്മളത് പഠിക്കും. സോ ഇസഡ് ട്രാൻസ്ഫോം ഓഫ് സി ഓഫ് കെ പ്ലസ് എം അണ്ടർ 0 ഇനീഷ്യൽ കണ്ടീഷൻസ് ഓർക്കുക. ദാറ്റ് വിൽ ബി ഈക്വൽ ടു കെ പ്ലസ് എം. ആ എം ഇസഡിന്റെ ഇതായിട്ട് വരും, എക്സ്പൊണന്റ് ആയിട്ട് വരും. സോ ഇസഡ് റേസ് ടു എം ഇൻറ്റു സി ഓഫ് ഇസഡ്. അങ്ങനെയാണ് ഇസഡ് ട്രാൻസ്ഫോം ഓഫ് ആർ ഓഫ് കെ പ്ലസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇസഡ് റേസ് ടു എം ഇൻറ്റു ആർ ഓഫ് ഇസഡ്. സോ നമ്മുടെ ഈ ക്വസ്റ്റ്യനിലോട്ട് പോവുക. തന്നിരിക്കുന്ന ഇൻപുട്ടിനെ ഔട്ട്പുട്ടിനെ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഒന്നുകൂടെ എഴുതുക. സി ഓഫ് കെ പ്ലസ് 2 പ്ലസ് 3 ഇൻറ്റു സി ഓഫ് കെ പ്ലസ് 1 പ്ലസ് 4 ഇൻറ്റു സി ഓഫ് കെ ഈക്വൽസ് ആർ ഓഫ് കെ പ്ലസ് 1 മൈനസ് ആർ ഓഫ് കെ. അപ്പൊ നമുക്ക് വേണ്ട റേഷ്യോ എന്താ? സി ഓഫ് ഇസഡ് ബൈ ആർ ഓഫ് ഇസഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഇസഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ അല്ലെ പൾസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഡിനോട്ടഡ് ബൈ എച്ച് ഓഫ് ഇസഡ്. അപ്പൊ ആ റേഷ്യോ കിട്ടാൻ വേണ്ടി നമുക്ക് എന്തായാലും എന്ത് വേണം? ഇസഡ് ട്രാൻസ്ഫോം എടുക്കണം. ഇസഡ് ട്രാൻസ്ഫോം ഓഫ് സി ഓഫ് കെ പ്ലസ് 2 എന്താ? ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അണ്ടർ 0 ഇനീഷ്യൽ കണ്ടീഷൻ നോക്കുമ്പോൾ എന്ത് വരും? ഇസഡ് സ്ക്വയർ ഇൻറ്റു സി ഓഫ് ഇസഡ് പ്ലസ് 3 ഇൻറ്റു സി ഓഫ് കെ പ്ലസ് 1. സോ ആ 1 ഇസഡിന്റെ പവർ ആയിട്ട് വന്നു. 3 ഇൻറ്റു ഇസഡ് റേസ് ടു 1 ഇൻറ്റു സി ഓഫ് ഇസഡ് പ്ലസ് 4 ഇൻറ്റു സി ഓഫ് ഇസഡ് ഈക്വൽസ് ആർ ഓഫ് കെ പ്ലസ് 1 എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇസഡ് റേസ് ടു 1 ഇൻറ്റു ആർ ഓഫ് ഇസഡ് മൈനസ് ആർ ഓഫ് കെയുടെ ഇസഡ് ട്രാൻസ്ഫോം എന്താ? ആർ ഓഫ് ഇസഡ്. സോ ഇവിടെ എൽ എച്ച് എസിൽ സി ഓഫ് ഇസഡ് 3 ടേം വരുന്നുണ്ട്, ആർ എച്ച് എസിൽ ആർ ഓഫ് ഇസഡ് 2 ടേം വരുന്നുണ്ട്. അപ്പൊ കോമൺ ടേംസ് ആക്കുക. ഇസഡ് സ്ക്വയർ പ്ലസ് 3 ഇസഡ് പ്ലസ് 4 ഇൻറ്റു സി ഓഫ് ഇസഡ് ഈക്വൽസ് ആർ ഓഫ് ഇസഡിനെ കോമൺ ആക്കി എടുത്താൽ പോയിട്ട് എന്ത് വരും? ഇസഡ് മൈനസ് 1. അങ്ങനെയാണെങ്കിൽ സി ഓഫ് ഇസഡ് ബൈ ആർ ഓഫ് ഇസഡിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇസഡ് മൈനസ് 1 ബൈ ഇസഡ് സ്ക്വയർ പ്ലസ് 3 ഇസഡ് പ്ലസ് 4. ഇതാണ് എന്ത്? നമ്മുടെ എച്ച് ഓഫ് ഇസഡ് വിച്ച് ഈസ് ദ ഇസഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ അല്ലെങ്കിൽ പൾസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയും. സോ നോക്കുക, ഇവിടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ദ സിസ്റ്റം ഈക്വൽസ് ഇസഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ അല്ലെങ്കിൽ പൾസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എച്ച് ഓഫ് ഇസഡ് എങ്ങനെ എഴുതാം? സി ഓഫ് ഇസഡ് ബൈ ആർ ഓഫ് ഇസഡ്. അത് നമുക്ക് കിട്ടി ഇസഡ് മൈനസ് 1 ബൈ ഇസഡ് സ്ക്വയർ പ്ലസ് 3 ഇസഡ് പ്ലസ് 4. ഇനി ക്വസ്റ്റ്യൻ്റെ അടുത്ത പാർട്ട് എന്ന് വെച്ചാൽ വെയിങ് സീക്വൻസ് കാണാനാണ്. വെയിങ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇമ്പൾസ് റെസ്പോൺസ് എച്ച് ഓഫ് കെ ആണ്. ഇസഡ് ട്രാൻസ്ഫോം ഓഫ് ഇമ്പൾസ് റെസ്പോൺസ് ആണ് എച്ച് ഓഫ് ഇസഡ്. അങ്ങനെയാണ് എച്ച് ഓഫ് ഇസഡ് അറിയാമെങ്കിൽ എച്ച് ഓഫ് കെ എങ്ങനെ കിട്ടും? ഇൻവേഴ്സ് ഇസഡ് ട്രാൻസ്ഫോം ചെയ്യുന്നു. സോ എച്ച് ഓഫ് ഇസഡ് ഈക്വൽസ് ഇസഡ് മൈനസ് 1 ബൈ ഇസഡ് സ്ക്വയർ പ്ലസ് 3 ഇസഡ് പ്ലസ് 4. അപ്പം എ പ്ലസ് ബി 3ഉം എ ഇൻറ്റു ബി 4ഉം ഇക്വേഷൻ മോഡിൽ ഇടുക. അപ്പം നമുക്ക് ഇസഡിൻ്റെ വാല്യൂ റൂട്ട്സ് കിട്ടും. കാൽക്കുലേറ്റർ ചെയ്യാം. എന്തൊക്കെയാണ് കിട്ടിയത്? ഇസഡ് പ്ലസ് 3/2 പ്ലസ് ജെ ഇൻറ്റു റൂട്ട് ഓഫ് 7/2, ഇസഡ് പ്ലസ് 3/2 മൈനസ് ജെ ഇൻറ്റു റൂട്ട് ഓഫ് 7/2. ശരിക്കും കിട്ടുന്നത് മൈനസ് 3/2 മൈനസ് ജെ ഇൻറ്റു റൂട്ട് ഓഫ് 7/2 എന്നും മൈനസ് 3/2 പ്ലസ് ജെ ഇൻറ്റു റൂട്ട് ഓഫ് 7/2. ഒന്ന് കോംപ്ലക്സ് കോൺജുഗേറ്റ്, ഒരെണ്ണം കോൺജുഗേറ്റ് വന്നെങ്കിൽ ജെ ടൈം വന്നെങ്കിൽ അതിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ആണ് മറ്റേ റൂട്ട്.
സോ നമുക്കിനി ഈ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ഇസഡ് നമുക്ക് ഡയറക്റ്റ് അറിയത്തില്ല. അപ്പം നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ചെയ്യുന്ന പ്രോബ്ലംസിൽ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? പാർഷ്യൽ ഫ്രാക്ഷൻ. അതേ രീതിയിൽ ഇവിടെ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യുവാണ്. കാരണം നമുക്ക് ഈ എച്ച് ഓഫ് ഇസഡിനെ നമുക്ക് സം ഓഫ് ടു ടേംസ് ആക്കി അതിന്റെ ഇൻവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന ടേമാണ് കിട്ടുന്നത്. സോ ആ വിധത്തിലാക്കാൻ വേണ്ടി പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യുന്നു. എച്ച് ഓഫ് ഇസഡ് ഈക്വൽസ് നമ്മൾ എടുത്ത് എഴുതുവാണ് അപ്ലൈങ് പാർഷ്യൽ ഫ്രാക്ഷൻ a by ഒന്നാമത്തെ ഡിനോമിനേറ്റർ z പ്ലസ് 3/2 പ്ലസ് j ഇൻറ്റു റൂട്ട് ഓഫ് 7/2 പ്ലസ് a കോൺജുഗേറ്റ് അല്ലെ b എന്തെങ്കിലും ഇപ്പൊ a കിട്ടുവാണ് അതിന്റെ കോൺജുഗേറ്റ് ആണ്, അതിന്റെ ഡിനോമിനേറ്റർ കോൺജുഗേറ്റ് ആണെങ്കിൽ ന്യൂമറേറ്ററും കോൺജുഗേറ്റ് തന്നെ. സോ a കോൺജുഗേറ്റ് ബൈ z പ്ലസ് 3/2 മൈനസ് j ഇൻറ്റു റൂട്ട് ഓഫ് 7/2. നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യാൻ അറിയാം, നമ്മൾ കുറെ ചെയ്തിട്ടുള്ളതാണ്. സോ ഒന്നുകൂടി അതുപോലെ ചെയ്യുക. a ഈക്വൽസ് എയുടെ ഡിനോമിനേറ്റർ എന്താ? z പ്ലസ് 3/2 പ്ലസ് j ഇൻറ്റു റൂട്ട് ഓഫ് 7/2 ഇൻറ്റു LHS എന്ന് പറഞ്ഞാൽ h ഓഫ് z. അതിന് പകരം എന്ത് കൊടുക്കുക? h ഓഫ് z എന്ന് പറയുന്നതാണ് z മൈനസ് 1 ബൈ z പ്ലസ് 3/2 പ്ലസ് j ഇൻറ്റു റൂട്ട് ഓഫ് 7/2 ഇൻറ്റു z പ്ലസ് 3/2 മൈനസ് j ഇൻറ്റു റൂട്ട് ഓഫ് 7/2 അറ്റ് z ഈക്വൽസ് zന് ഏത് വാല്യൂ കൊടുക്കണം? എയുടെ ഡിനോമിനേറ്റർ zന്റെ ഏത് വാല്യൂയിലാണ് സീറോ ആവുന്നത്? സീറോ ആവുന്ന ഏത് വാല്യൂയിലാന്ന് പറഞ്ഞാൽ ആ ഡിനോമിനേറ്റർ ഈക്വൽ ടു സീറോ എന്ന് കൊടുക്കുമ്പോൾ z ഈക്വൽസ് മൈനസ് 3/2 മൈനസ് j ഇൻറ്റു റൂട്ട് ഓഫ് 7/2 എന്ന് കിട്ടും. എന്നിട്ട് ക്യാൻസൽ ആയി പോകുന്ന സാധനം ക്യാൻസൽ ആയി പോയിട്ട് zന് ഈ വാല്യൂ ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയത് മൈനസ് 5/2 മൈനസ് j റൂട്ട് ഓഫ് 7/2 ബൈ മൈനസ് 2j ഇൻറ്റു റൂട്ട് ഓഫ് 7/2. അപ്പോൾ അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ മൈനസ് 2j ഇൻറ്റു റൂട്ട് ഓഫ് 7/2 2 ഇൻറ്റു ക്യാൻസൽ ആയിപ്പോൾ അപ്പം നമുക്ക് എന്ത് കിട്ടി? മൈനസ് 5/2 മൈനസ് j റൂട്ട് ഓഫ് 7/2 ബൈ മൈനസ് j റൂട്ട് 7. അപ്പോൾ ആ ടേംസിനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടിടത്തും കോമൺ ആയിട്ട് ഡിനോമിനേറ്റർ വന്ന് മൈനസ് j റൂട്ട് 7 സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5/2 ബൈ j റൂട്ട് 7 എന്ന് വരും. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്തു? ഇൻറ്റു j കൊണ്ട് ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ ടൈം സിംപ്ലിഫൈ ചെയ്ത് മൈനസ് j ഇൻറ്റു 5/2 റൂട്ട് 7. കാരണം j സ്ക്വയറിന്റെ വാല്യൂ -1 ആണ്, അതുകൊണ്ടാണ് അവിടെ -1 വന്നത്. പ്ലസ് അപ്പുറത്തെ രണ്ടാമത്തെ ടേം എന്തുവാ? മൈനസ് j റൂട്ട് 7/2 ഡിവൈഡഡ് ബൈ മൈനസ് j റൂട്ട് 7 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടി? 1/2 എന്ന് കിട്ടി. സോ ആൻസർ എത്ര കിട്ടി? 1/2 മൈനസ് j 5 ഇൻറ്റു 5/2 റൂട്ട് 7 എന്ന് a കിട്ടി. a ഇതാണെങ്കിൽ a കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്റെ ജസ്റ്റ് കോൺജുഗേറ്റ്. അതായത് കോൺജുഗേറ്റ് വരുമ്പോൾ ജെയുടെ മുന്നത്തെ സൈന് മാത്രമേ വ്യത്യാസമുള്ളൂ. റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് ഉണ്ട്. ഇതിൽ റിയൽ പാർട്ട് 1/2, ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ j കഴിഞ്ഞിട്ട് വരുന്നത്. അപ്പൊ കോൺജുഗേറ്റ് എടുക്കുമ്പോൾ ജെയുടെ മുന്നിൽ എന്താണോ സൈൻ ഉള്ളത് അതിന്റെ മാത്രമേ വ്യത്യാസമുള്ളൂ, റിയൽ പാർട്ടിന് ചേഞ്ച് ഒന്നുമില്ല. സോ a ഈക്വൽസ് 1/2 മൈനസ് j ഇൻറ്റു 5/2 റൂട്ട് 7. ചെയ്ത് നോക്കണം കിട്ടുന്നുണ്ടോ നോക്കണം. അപ്പൊ a കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്റെ കോൺജുഗേറ്റ് എടുക്കുമ്പോൾ എന്ത് വരും? 1/2 പ്ലസ് j ഇൻറ്റു 5/2 റൂട്ട് 7. അപ്പൊ ആ a കോൺജുഗേറ്റ് ഇതേപോലെ സിംപ്ലിഫൈ ചെയ്യണമെന്നില്ല, ഇതിന്റെ ജസ്റ്റ് കോൺജുഗേറ്റ് a കോൺജുഗേറ്റ് എന്ന് എടുത്താൽ മതി. കാരണം എയുടെ ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് ആണ് a കോൺജുഗേറ്റിന്റെ ഡിനോമിനേറ്റർ. a കിട്ടിയായിരുന്നു 1/2 മൈനസ് j 5/2 റൂട്ട് 7. a കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ കോൺജുഗേറ്റ് എടുക്കുമ്പോൾ 1/2 പ്ലസ് j ഇൻറ്റു 5/2 റൂട്ട് 7. therefore h of z ഈക്വൽസ് a യുടെ വാല്യൂ ബൈ അതിന്റെ ഡിനോമിനേറ്റർ എഴുതുക പ്ലസ് a കോൺജുഗേറ്റ് ബൈ അതിന്റെ ഡിനോമിനേറ്റർ എഴുതുക. അപ്പം നമ്മൾ ആ ന്യൂമറേറ്ററിൽ 1/2 മൈനസ് j ഇൻറ്റു 5/2 റൂട്ട് 7 എടുത്തു. അതിൻ്റെ കൂടെ ഒരു z ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1/z ഇൻറ്റു ന്യൂമറേറ്ററിൽ ഒരു z കൊടുത്താൽ ശരിക്കും പറഞ്ഞാൽ z റേസ് ടു 0 1 തന്നെയാണ് വരുന്നത് അല്ലേ? z ക്യാൻസൽ ആയിപ്പോൾ. പക്ഷെ നമുക്കറിയാവുന്ന ഐഡന്റിറ്റി ഏതൊക്കെ? z ട്രാൻസ്ഫോം z ബൈ z മൈനസ് a അല്ലെ z ബൈ z മൈനസ് 1. അപ്പം ന്യൂമറേറ്ററിൽ ഒരു z വരണം. ഇൻവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന രൂപത്തിലോട്ട് ആക്കണം. അതിനു വേണ്ടിയാണ് നമ്മളിവിടെ ഒരു z റേസ് ടു -1 ഇൻറ്റു z. ഇൻ എഫക്റ്റ് വല്ല വ്യത്യാസം ഉണ്ടോ? ഇല്ല. ബൈ z മൈനസ് എന്തായിരുന്നു ഡിനോമിനേറ്റർ? ആദ്യത്തെ ഡിനോമിനേറ്റർ മൈനസ് 3/2 മൈനസ് j ഇൻറ്റു റൂട്ട് ഓഫ് 7/2. അത് ഓപ്പൺ ചെയ്യുമ്പോഴാണ് പ്ലസ് 3/2 പ്ലസ് j റൂട്ട് 7/2 എന്ന് അവിടെ വരുന്നത്. പ്ലസ്
അപ്പോൾ രണ്ടാമത്തെ ടേമിൻ്റെ ന്യൂമറേറ്റർ എന്താ 1/2 പ്ലസ് ജെ ഇൻറ്റു 5/2√7. അതിനെ ഇച്ചിരി കോമൺ എടുത്തു. അത് ഇൻറ്റു ഇസഡ് റേസ് ടു -1 ഇൻറ്റു ഇസഡ് ബൈ ഇസഡ് മൈനസ്. അതിൻ്റെ ഡിനോമിനേറ്ററിൽ എന്താ വരേണ്ടത്? ഇസഡ് പ്ലസ് 3/2 എന്നാണ്. അപ്പോൾ ബ്രാക്കറ്റ് മൈനസ് ഓപ്പൺ ചെയ്യുമ്പോൾ പോസിറ്റീവ് വരണം. സോ അതിൻ്റെ ഉള്ളിൽ എന്ത് വരണം? -3/2 പ്ലസ് ജെ ഇൻറ്റു √7/2 എന്ന് എഴുതി. എച്ച് ഓഫ് ഇസഡ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്ന അറിയാവുന്ന രൂപത്തിലോട്ട് എഴുതി വെച്ചു. നമുക്കറിയാം ഇസഡ് ട്രാൻസ്ഫോം ഓഫ് എ റേസ് ടു കെ എന്ന് പറയുന്നതാണ് എന്ത്? ഇസഡ് ബൈ ഇസഡ് മൈനസ് എ. അങ്ങനെയാണെങ്കിൽ ഇസഡ് ഇൻവേഴ്സ് ഓഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു എ റേസ് ടു കെ ആണ് അല്ലേ? ഇൻവേഴ്സ് ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ ഇതെന്തുവാ? എ റേസ് ടു കെ വരും. സോ ബൈ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഇസഡ് ട്രാൻസ്ഫോം ഓഫ് എ റേസ് ടു കെ -1 എന്ന് പറഞ്ഞാൽ അവിടെ വരുന്നത് എന്തുവാ? ഇസഡ് റേസ് ടു -1 ഇൻറ്റു ഇസഡ് ബൈ ഇസഡ് മൈനസ് എ. അപ്പോൾ രണ്ട് പ്രോപ്പർട്ടി നമുക്ക് രണ്ട് ഐഡൻറ്റിറ്റി ഓർക്കണം. ഇസഡ് ട്രാൻസ്ഫോം ഓഫ് എ റേസ് ടു കെ ആണ് ഇസഡ് ബൈ ഇസഡ് മൈനസ് എ. ഇപ്പം നമ്മൾ എഴുതിയ എച്ച് ഓഫ് ഇസഡിൽ ആ രൂപത്തിൽ വന്നിട്ടുണ്ട്, ഇസഡ് ബൈ ഇസഡ് മൈനസ് എ. പക്ഷേ ന്യൂമറേറ്ററിൻ്റെ ഇപ്പുറത്തൊരു ഇസഡ് ഇൻവേഴ്സ് എന്നുണ്ട്, ഇസഡ് റേസ് ടു -1 എന്ന് പറഞ്ഞാൽ അത് ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ് അവിടെ വരുന്നത്. ഇസഡ് ട്രാൻസ്ഫോം ഓഫ് എ റേസ് ടു കെ -1ൻ്റെ ആണ് എന്ത്? ഇസഡ് റേസ് ടു -1 ഇൻറ്റു ഇസഡ് ബൈ ഇസഡ് മൈനസ് എ. അപ്പോൾ ഈ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയുടെ RHSൻ്റെ ഇൻവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? എ റേസ് ടു കെ -1. അപ്പോൾ നമുക്കറിയാവുന്ന ഐഡൻറ്റിറ്റി രൂപത്തിലായി. സോ ഇൻവേഴ്സ് ഇസഡ് ട്രാൻസ്ഫോം ഓഫ് എച്ച് ഓഫ് ഇസഡ് ചെയ്യുമ്പോൾ നമുക്ക് എച്ച് ഓഫ് കെ വിച്ച് ഈസ് ദ വെയിങ് സീക്വൻസ് ദാറ്റ് ഈക്വൽസ് 1/2 മൈനസ് ജെ ഇൻറ്റു 5/2√7 അതേപടി എഴുതി, കോൺസ്റ്റന്റ് ആണ്. അത് ഇൻറ്റു ഇസഡ് ഇൻവേഴ്സ് ഓഫ് ഇസഡ് റേസ് ടു -1 ഇൻറ്റു ഇസഡ് ബൈ ഇസഡ് മൈനസ് എ എന്നുള്ള രൂപമാണ്. അപ്പോൾ അവിടെ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു എ റേസ് ടു കെ -1 വരും. എയുടെ സ്ഥാനത്ത് എന്തുവാ? ഡിനോമിനേറ്ററിൽ എന്തുവാ? -3/2 മൈനസ് ജെ ഇൻറ്റു √7/2 ഹോൾ റേസ് ടു കെ -1 ഇൻറ്റു ഇത് എപ്പോഴും ആപ്ലിക്കബിൾ ആണ്, കെയുടെ വാല്യൂ 1നേക്കാളും കൂടുതലാവുമ്പോൾ അല്ലേ? അപ്പം നമുക്ക് ആ ഒരു കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി ഇൻറ്റു യു ഓഫ് കെ -1 എന്ന് കൊടുക്കണം. കാരണം യു ഓഫ് കെ -1ൻ്റെ വാല്യൂ എപ്പോഴാണ് 1 ആവുന്നത്? കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 തൊട്ടാ. അതിനേക്കാളും കുറഞ്ഞ വാല്യൂയിൽ എന്തിൻ്റെ വാല്യൂ എന്താ? 0. സോ അതൊന്ന് മെൻഷൻ ചെയ്യാൻ വേണ്ടിയാണ് യു ഓഫ് കെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. പ്ലസ് രണ്ടാമത്തെ ടേം എന്തോ 1/2 പ്ലസ് ജെ ഇൻറ്റു 5/2√7. അത് ഇൻറ്റു അടുത്ത ടേമിൻ്റെ ഇൻവേഴ്സ് ഇസഡ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ നമുക്കറിയാം എയുടെ സ്ഥാനത്ത് അവിടെ -3/2 പ്ലസ് ജെ ഇൻറ്റു √7/2 ദ ഹോൾ റേസ് ടു കെ -1 എന്ന് കിട്ടും. സോ ദിസ് ഇസ് ദ വെയിങ് സീക്വൻസ് ഓഫ് ദ ഗിവൺ discrete system, a sampled data system. Thank you.